പ്രിയമുള്ളവരെ, മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിയിൽ നിന്നുള്ള കാഴ്ചയാണ്. വിവിധങ്ങളായ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യദിന ആഘോഷം കെങ്കേമമായി നടന്നതിന് സാക്ഷ്യം വഹിച്ചവരാണ് നാം ഓരോരുത്തരും. അതിന്റെ ഭാഗമായി കൽപ്പകഞ്ചേരി മഞ്ഞച്ചോല കാമിയോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിന ആഘോഷം ശ്രദ്ധയിൽപ്പെട്ടു. അത് പൊതുസമൂഹത്തിൽ കൊണ്ടുവരണം എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ വീഡിയോക്ക് പ്രചോദനം. ഈ ക്ലബിന് കീഴിൽ ധാരാളം നന്മയുള്ള പ്രവർത്തനങ്ങൾ നടന്നു പോരുന്നതിന് പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വാതന്ത്ര്യദിന പരിപാടിയിലും ചില വേറിട്ട കാഴ്ചകൾ ഒപ്പിയെടുക്കാനുണ്ടാകും എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവിടെ എത്തിയത്. വിവിധങ്ങളായ കായിക മേഖലയിൽ തങ്ങളുടെ ഗ്രാമത്തിൽ, പ്രത്യേകിച്ച് തങ്ങളുടെ ക്ലബിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളെ കണ്ടെത്താനും അവർക്ക് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യം ഒരുക്കാനും സദാസമയം ജാഗരൂകരാണ് ഈ ക്ലബിന്റെ ബന്ധപ്പെട്ടവരെല്ലാം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വളർന്നു വലുതാകാനുള്ള സാഹചര്യം ഒരുക്കുന്നതിലും ഈ ക്ലബ്ബും അതിന്റെ ബന്ധപ്പെട്ടവരും പ്രത്യേകം ശ്രദ്ധ പുലർത്താറുണ്ട്. അടുത്തതായി പതാക ഉയർത്തലാണ്. ഇവിടെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, കാമിയോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ധാരാളം ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നുള്ളത്. അതിൽ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ മുതിർന്നവരുണ്ട്, അതുപോലെ തന്നെ യുവാക്കളും. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ദേശീയ ഗാനവും അതുപോലെ തന്നെ പ്രതിജ്ഞയുമൊക്കെ ഒരല്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇവിടുത്തെ വാർഡ് മെമ്പറാണ് കടന്നു വരുന്നത്. സുഹ്രാബി പച്ചിയത്ത് എന്ന് പറയും. അവരാണ് ഈ പരിപാടിയിലെ വിശിഷ്ട അതിഥിയായിട്ട് കടന്നു വന്നിട്ടുള്ളത്. പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ധാരാളം ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വേദിയിലേക്ക് നോക്കുമ്പോൾ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രായം ചെന്നവരും യുവാക്കളും കുട്ടികളും ഒത്തൊരുമിച്ച് കൊണ്ട് തന്നെ അവരുടെ ക്ലബിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയെ കെങ്കേമമാക്കാനുള്ള പരിപാടിയിലാണ്. ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് അവരുമായിട്ട് സംസാരിക്കുന്നത്. പിന്നെ 2 അധ്യാപകരുടെ ഭാഗത്തുനിന്ന് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് പ്രത്യേകിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല രസകരമായ ക്ലാസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ, വർത്തമാനകാല സാഹചര്യത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ബോധവലിക്കുന്ന അത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടികളും അത്തരം മേഖലയിൽ നിന്ന് ആ കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ ബന്ധപ്പെട്ടവർക്ക് ചെയ്യാൻ സാധിക്കുന്ന മുൻകരുതലുകളും എന്ന അടിസ്ഥാനത്തിൽ കാമിയോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കീഴിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ ചുമ്മാ കറങ്ങി നടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി അവരുടെ വിനോദങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് അവർക്ക് പ്രോത്സാഹനം നൽകാനും പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും, അതുപോലെ തന്നെ വിവിധങ്ങളായ കലാകായിക മേഖലയിൽ കഴിവുകളുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് LSS, +2, SSLC പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.